നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചു പോരുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളെയാണ്. തൊഴിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇടമാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ UAE എന്നത്. UAEയിൽ പ്രവാസികളെ സ്വദേശികൾ എന്ന പോലെ തന്നെ അധികാരികൾ കരുതുകയാണ്. എന്നാൽ അതിലും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. സ്വദേശിവൽക്കരണം ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് UAE ഭരണകൂടവും. UAEയിൽ 2% സ്വദേശിവൽക്കരണം നടപ്പിലാക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് 2023 ജനുവരി മുതൽ പിഴ ചുമത്തുമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി. 2020ഓടെ തന്നെ ഇത് 10% വർദ്ധിപ്പിക്കാനും നിർദ്ദേശം ഉയർന്നിട്ടുണ്ട്. നിയമം ലംഘിക്കുന്ന കമ്പനിയിൽ നിന്ന് ഒരു സ്വദേശിക്ക് മാസത്തിൽ 6000 ദിർഹം കണക്കാക്കി വർഷത്തിൽ 72,000 ദിർഹം പിഴ ഈടാക്കുന്നതായിരിക്കും. എന്നാൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇപ്രകാരമാണ്. നിശ്ചിത പരിധിയേക്കാൾ 3 മടങ്ങ് സ്വദേശികളെ നിയമിക്കുന്ന കമ്പനിയിലെ തൊഴിലാളി വർക്ക് പെർമിറ്റ് ഫീസ് 3750 നിന്ന് 250 ദിർഹമാക്കി കുറച്ചു. സ്വദേശിവൽക്കരണ തോത് 2 ഇരട്ടി വർദ്ധിപ്പിച്ച കമ്പനിക്ക് 1200 ദിർഹവും പരിധി നടപ്പാക്കിയ കമ്പനിക്ക് 3450 ദിർഹവുമാണ് വർക്ക് പെർമിറ്റ് ഫീസ്. ഈ കമ്പനികളിലെ സ്വദേശി GCC പൗരന്മാരുടെ വർക്ക് പെർമിറ്റിനുള്ള ഫീസും ഒഴിവാക്കുന്നതായിരിക്കും. കൂടാതെ സ്വദേശിവൽക്കരണ തോതനുസരിച്ച് കമ്പനികളെ വിവിധ തലങ്ങളിലേക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നതായിരിക്കും. സൗദി, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങൾക്ക് പുറമെയാണ് UAEയും സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നത്. ഇങ്ങനെ പ്രവാസി സമൂഹമായ ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് മലയാളികളെ കാര്യമായി ബാധിക്കുമെന്ന ആശങ്കയും ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും UAEയിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. പ്രവാസികൾക്കായി ഗോൾഡൻ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് UAE. പ്രവാസികളുടെ ഗ്രാറ്റുവിറ്റിക്ക് പുറമെയാണ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ദുബായിയുടെ ഉടമസ്ഥതയിലുള്ള നാഷണൽ ബോൺസിന്റെ ഗോൾഡൻ പെൻഷൻ പദ്ധതി പുതുതായി ആരംഭിച്ചിരിക്കുന്നത്. വിശ്രമ കാലയളവിൽ പ്രവാസികൾക്ക് കൈത്താങ്ങാകുന്നതാണ് ഈ പദ്ധതി. കൂടാതെ UAEയിലെ ജനസംഖ്യയുടെ 89% വരുന്ന പ്രവാസികൾ റിട്ടയർമെന്റ് പ്ലാൻ എന്ന നിലയിൽ പ്രധാനമായും ആശ്രയിക്കുന്നത് അവരുടെ ഗ്രാറ്റുവിറ്റിയാണ്. ഗോൾഡൻ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകുന്നത് വഴി റിട്ടയർമെന്റ് കാലത്ത് സാമ്പത്തികമായി സുരക്ഷ തേടാൻ പ്രവാസികൾക്കാകുന്നതായിരിക്കും. ജീവനക്കാർക്ക് പ്രതിമാസം 100 ദിർഹം വരെ പെൻഷൻ പദ്ധതിയിലേക്ക് നീക്കിവെക്കാനും ലാഭം തേടാനും സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പെൻഷനായി അതത് കമ്പനികൾ ആദ്യം സൈൻ അപ്പ് ചെയ്യണം. താല്പര്യമുള്ള പ്രവാസികൾക്ക് മാത്രം പെൻഷൻ പദ്ധതിയിൽ ഭാഗമായാൽ മതി എന്നും ഇത് ഒരു നിർബന്ധിത പദ്ധതി അല്ല എന്നും നാഷണൽ ബോൺസ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുഹമ്മദ് ഖാസിം അൽ അലി ഖലീജ് ടൈംസിനോട് വ്യക്തമാക്കി. ഓരോ മാസവും ലഭിക്കേണ്ട തുക എത്രയെന്ന് കമ്പനിക്ക് ജീവനക്കാരോട് നിർബന്ധം പിടിക്കാനാവില്ല. എന്നാൽ പദ്ധതിയുടെ ഭാഗമാകാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തുക 100 ദിർഹമാണ് എന്നും മുഹമ്മദ് ഖാസിം അൽ അലി പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമാകാൻ എല്ലാവരും തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം തന്നെ കമ്പനിയിൽ ജീവനക്കാർ അവരുടെ അവസാനത്തെ സേവന ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് മൊത്തം തുകയും അതിൽ സമ്പാദിച്ച ലാഭവും വീണ്ടെടുക്കാൻ കഴിയുന്നതാണ് ഈ പെൻഷൻ പദ്ധതി. കൂടാതെ തൊഴിലുടമയുടെ മുൻകൂർ സമ്മതത്തോടെ ഒരു ജീവനക്കാരന് ജോലിയിൽ സജീവമായിരിക്കുമ്പോൾ തന്നെ സമാഹരിച്ച ഫണ്ടിന്റെ ഭാഗിക തുക പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.